ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് അസൈൻ എന്ന മെത്തേഡിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഒബ്ജക്റ്റ് അസൈൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിന്റെ സ്ഥിരമായ വാല്യൂ ചേഞ്ച് ചെയ്ത് മറ്റൊരു വാല്യൂ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഒബ്ജക്റ്റ് അസൈൻ എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ നമ്മുടെ പ്രോഗ്രാമിൽ ഒബ്ജക്റ്റ് അസൈൻ എന്ന പ്രോഗ്രാം എങ്ങനെ അത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഓക്കെ, സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്ന് എഴുതിയതിനു ശേഷം നമ്മൾ പ്രോഗ്രാം തുടങ്ങുക. അതിനുശേഷം ഇതിൽ നമ്മൾ കോൺസ്റ്റന്റ്, അതായത് സ്ഥിരമായ വാല്യൂ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ ഒബ്ജക്റ്റ് 1 എന്ന് ചേർത്ത് കൊടുത്തു. ഇത് ഇഷ്ടമുള്ള പേര് കൊടുക്കുക, ഈ പേര് തന്നെ ആവണമെന്നില്ല. ഈക്വൽ ടു എന്നിട്ട് ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ A:1 എന്ന് ചേർത്ത് കൊടുത്തു, കോമ ഇടുക. അതിനുശേഷം നമ്മൾ B:2 എന്ന് ചേർത്ത് കൊടുത്തു, കോമ ഇടുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് C:3 എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് അറ്റ് ലാസ്റ്റ് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു കോൺസ്റ്റന്റ് ഒബ്ജക്റ്റ് കൂടി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒബ്ജക്റ്റ് 3 എന്ന് ചേർത്ത് കൊടുത്തു. ഇതിന് നമ്മൾ പേര് കൊടുക്കുന്നത് ഒബ്ജക്റ്റ് 3 എന്ന പേരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ ഇവിടെ വന്ന് ഈക്വൽ ടു അതിനുശേഷം നമ്മൾ ഇതേപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം G:1 എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ H:2 എന്നും അതേപോലെ തന്നെ I:3 എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അറ്റ് ലാസ്റ്റ് ഇവിടെ വന്ന് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കിവിടെ മറ്റൊരു കോൺസ്റ്റന്റ് ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കോൺസ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒബ്ജക്റ്റ് 2 എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒബ്ജക്റ്റ് 2 ഈക്വൽ ടു എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഒബ്ജക്റ്റ് അസൈൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് അസൈൻ എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ രൂപത്തിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ C:4 എന്നും കോമ D:5 എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. D:5 എന്നും ചേർത്ത് കൊടുത്തു. അറ്റ് ലാസ്റ്റ് ഇവിടെ വന്ന് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു കോൺസ്റ്റന്റ് കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കോൺസ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം ഇവിടെ വന്ന് ഒബ്ജക്റ്റ് 4 എന്ന് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം ഈക്വൽ ടു ഒബ്ജക്റ്റ് അസൈൻ, നേരത്തെ നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെ ഒബ്ജക്റ്റ് അസൈൻ എന്ന് ചേർത്ത് കൊടുത്ത് ഒബ്ജക്റ്റ് അസൈൻ എന്നിട്ട് ഇതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ രൂപത്തിലുള്ള ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു G:2 ഒരു വാല്യൂ നമ്മൾ ചേർത്ത് കൊടുത്തു, 34 എന്നുള്ളത് ചേർത്ത് കൊടുത്തു. അതേപോലെ H എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിന് വേറൊരു വാല്യൂ ചേർത്ത് കൊടുത്തു. ഞാനിവിടെ 25 ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇതിന് ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെ വന്ന് കോമ ഇട്ടതിന് ശേഷം ഒബ്ജക്റ്റ് 1 എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഒബ്ജക്റ്റ് 1 എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കോമ ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒബ്ജക്റ്റ് 3 എന്നും ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യാൻ നമ്മളിവിടെ വന്ന് കൺസോൾ എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ലോഗ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഡോക്യുമെന്റ് .write അല്ല ഉപയോഗിക്കുന്നത്, കാരണം നമുക്കിത് പ്രോഗ്രാമിലായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. പ്രോഗ്രാമിൽ നമുക്കിത് റണ്ണ് ചെയ്യിപ്പിക്കുന്നത് കാണാൻ കഴിയില്ല. ഇത് പ്രോഗ്രാം ലാംഗ്വേജിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ console.log ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്ന് ഒബ്ജക്റ്റ് 2.c എന്നും ചേർത്ത് കൊടുത്തു, കോമ അതിനുശേഷം ഒബ്ജക്റ്റ് 2.d എന്നും ചേർത്ത് കൊടുത്തു. ഇതേ രൂപത്തിൽ അടുത്തതിനും നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇവിടെ വന്ന് console.log എന്ന് ചേർത്തു. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒബ്ജക്റ്റ് 4.g എന്ന് ചേർത്ത് കൊടുത്തു. അതായത് നമ്മൾ ഇവിടെ ഉപയോഗിച്ച ഈ ഒബ്ജക്റ്റിന്റെ പേരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്, g എന്നും, കോമ ഒബ്ജക്റ്റ് 4.
എച്ച് എന്നും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് സെമി കോളം വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത് നമ്മളൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റണ്ണ് ചെയ്യിക്കുമ്പോൾ ഇതിന് നമുക്ക് റണ്ണ് ചെയ്യിപ്പിച്ചാൽ ഒരു ആൻസറും നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ ഇൻസ്പെക്ട് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്, ഇൻസ്പെക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഞാൻ ഗൂഗിൾ ക്രോമിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജ് തുറന്നു വരും. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് സോഴ്സിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇവിടെ കൊടുത്ത സോഴ്സ് കോഡ് ഏതാണ്, അതായത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ എന്താണോ നമ്മൾ കൊടുത്ത സോഴ്സ് കോഡ് അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തു വരും. കൺസോളിലാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണോ നമുക്ക് അതിവിടെ ഡിസ്പ്ലേ ചെയ്തു വരും. ആദ്യത്തിൽ നമുക്കിവിടെ വന്ന് 3, 5 എന്നും അതേപോലെ രണ്ടാമത്തിൽ നമുക്ക് 1, 2 എന്നും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തു വരും. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ കൊടുത്ത വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ നമ്മൾ കൊടുത്ത വാല്യൂ ഏതാണോ അതായിരിക്കും നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് വരിക. സീൻ്റെ വാല്യൂ നമുക്കിവിടെ ആദ്യത്തെ 3 എന്നും അതേപോലെ ഡീൻ്റെ വാല്യൂ നമുക്കിവിടെ വന്ന് 5 എന്നുള്ളതുമാണ്. നമുക്ക് ഇവിടുന്ന് ഈ വാല്യൂ ആണ് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് വരുന്നത്. അതേ രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് അടുത്തതിൽ നമുക്കിവിടെ വന്ന് ജീൻ്റെ വാല്യൂ ഏതാണോ അതും നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്യണു. അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് എച്ചിൻ്റെ വാല്യൂ ഏതാണോ കൊടുത്തത് അതും നമുക്കിവിടെ ഈ രൂപത്തിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് വരുന്നു. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇൻസ്പെക്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഈ പ്രോഗ്രാം റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാൻ കഴിയും. അത് സോഴ്സിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുത്ത പ്രോഗ്രാം എന്താണോ അത് നമുക്കിവിടെ കാണിച്ചു തരും. അതേപോലെ കൺസോളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇവിടെയായിട്ടാണ് നമുക്ക് ആൻസർ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് എഴുതി, അതിനുശേഷം നമ്മളിവിടെ വന്ന് കോൺസ്റ്റ് എന്ന് എഴുതിയതിനു ശേഷം നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റ് ഇതിൻ്റെ പേര് നമ്മൾ ഒബ്ജക്റ്റ് 1 എന്ന് ചേർത്ത് കൊടുത്തു. നേരത്തെ നമ്മൾ കൊടുത്ത പോലെ ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എൻ്റെ ഒരു വാല്യൂ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു, കോമ അതേപോലെ ബീൻ്റെ വാല്യൂ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു, കോമ സീൻ്റെ വാല്യൂ നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ഇഷ്ടമുള്ള വാല്യൂ ആണ്, നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് സെമി കോളം വെച്ച് ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ വന്ന് അടുത്തൊരു കോൺസ്റ്റന്റ് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇതിൻ്റെ പേര് നമ്മൾ ഒബ്ജക്റ്റ് 2 എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒബ്ജക്റ്റ് ഡോട്ട് അസൈൻ എന്നുള്ള മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അസൈൻ എന്ന് ചേർത്ത് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ രൂപത്തിലുള്ള ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. C=4 എന്ന് ചേർത്തു, കോമ അതിനുശേഷം D=5 എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് കോമ ഒബ്ജക്റ്റ് എന്നും ചേർത്ത് കൊടുക്കുക. ഒബ്ജക്റ്റ് 1 എന്നും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഒബ്ജക്റ്റ് 1 എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് സെമി കോളം വെച്ച് ക്ലോസ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ നമ്മളിവിടെ വന്ന് കൺസോൾ എന്ന് എഴുതുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് ലോഗിലാണ് നമ്മളിത് ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒബ്ജക്റ്റ് 2 ഡോട്ട് സി, അതേപോലെ തന്നെ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് 2 ഡോട്ട് ഡി എന്നും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ രൂപത്തിൽ നമ്മൾ ഇവിടെ എന്താണോ വാല്യൂ കൊടുത്തത്, അതായത് ഒബ്ജക്റ്റ് 2 ഡോട്ട് സി എന്ന് പറയുമ്പോൾ ഈ സീൻ്റെ വാല്യൂ ഏതാണോ അതായിരിക്കും നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതേപോലെ ഒബ്ജക്റ്റ് 2 ഡോട്ട് ഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഡി കൊടുത്തിട്ടില്ല, അഡീഷൻ ആയിട്ടാണ് നമ്മളിവിടെ ഡി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വാല്യൂ ആയ 5ഉം നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നു. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് അടുത്തൊരു പ്രോഗ്രാം കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെ കോൺസ്റ്റ് എന്ന് എഴുതിയതിനു ശേഷം നമ്മൾ ഇവിടെ വന്ന് ഒബ്ജക്റ്റ് 1 എന്ന് ചേർത്ത് കൊടുത്തു. ഒബ്ജക്റ്റ് 1 ഈക്വൽ ടു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂ ചേർത്ത് കൊടുക്കുക. ആദ്യം A=1, അതേപോലെ തന്നെ രണ്ടാമത് B=2, അതേപോലെ മൂന്നാമത് C=3. ചോയ്സാണ്, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. അതിനുശേഷം ഇവിടെ വന്ന് സെമി കോളം വെച്ച് ക്ലോസ് ചെയ്യുക. അതിനുശേഷം അടുത്ത കോൺസ്റ്റന്റ് കൂടി നമുക്ക് ഇവിടെ വന്ന് ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് ഇതിൻ്റെ നമ്മൾ പേര് ഒബ്ജക്റ്റ് 2 എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒബ്ജക്റ്റ് അസൈൻ ചെയ്യാണ്. ഒബ്ജക്റ്റ് ഡോട്ട് അസൈൻ എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അടുത്ത വാല്യൂസ് ചേർത്ത് കൊടുക്കുക. A= ഒരു വാല്യൂ നമ്മൾ ചേർത്ത് കൊടുത്തു, C എന്ന് ചേർത്തു, അതേപോലെ C=4 എന്ന് ചേർത്ത് കൊടുത്തു.
കോമ d:5 എന്ന് ചേർത്ത് കൊടുത്തു, കോമ g അടുത്തൊരു വാല്യൂ നമ്മൾ എന്താണോ വേണ്ടത് അത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് കോമ ഒബ്ജക്റ്റ് 1 എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന് ശേഷം നമുക്കിത് നേരത്തെ നമ്മൾ പറഞ്ഞ രൂപത്തിൽ തന്നെ നമുക്കിത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് കൺസോൾ ഡോട്ട് ലോഗ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുക്കുക ഒബ്ജക്റ്റ് 2.c കോമ ഒബ്ജക്റ്റ് 2.d കോമ ഒബ്ജക്റ്റ് 2.g കോമ ഒബ്ജക്റ്റ് 2.a. ഇത്രയും വാല്യൂ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് നമ്മളിവിടെ വന്ന് റണ്ണ് ചെയ്യിക്കുമ്പോഴും നമുക്ക് ഈ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്തു വരും. ആദ്യം നമ്മളിവിടെ വന്ന് ഒബ്ജക്റ്റ് സി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സീൻ്റെ വാല്യൂ ഏതാണോ അതാണ് നമുക്കിവിടെ 3 എന്ന് പ്രിന്റ് ചെയ്യുന്നത്. അതിനുശേഷം ഡി എന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഡീൻ്റെ വാല്യൂ ഇവിടെ വന്ന് 5 ആണ്, അതാണ് നമുക്ക് രണ്ടാമത് പ്രിന്റ് ചെയ്തു വരുന്നത്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ജീൻ്റെ വാല്യൂ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 23 ആണ്, അതാണ് നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒബ്ജക്റ്റ് എ എന്ന് പറയുമ്പോൾ എൻ്റെ വാല്യൂ 1 എന്നാണ് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റ് അസൈൻ എന്ന മെത്തേഡിനെ കുറിച്ചാണ്. അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.